അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ടിപ്സുകളാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക, അത്രയ്ക്കും ഉപകാരം ഇൻഷാ അല്ലാഹ്. ആഴ്ചകളിലെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ നല്ലതാണ്. ബുധനാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതകളാണ് ചുരുക്കി പറയുന്നത്. അല്ലാഹു തആല നമുക്ക് ചുറ്റും സുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ പടച്ചത് ഒരു ബുധനാഴ്ചയായിരുന്നു. അള്ളാഹു പ്രകാശത്തെ പടച്ചതും ബുധനാഴ്ചയാണ്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, എല്ലാ ബുധനാഴ്ചയും ഉച്ചതിരിഞ്ഞ് നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ബുധൻ ഉച്ചതിരിഞ്ഞുള്ള സമയം നാം പ്രാർത്ഥനയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. എല്ലാ അറബി മാസത്തിലെയും അവസാന ബുധൻ നാം പ്രത്യേകം സൂക്ഷിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എല്ലാ മാസത്തിലെയും അവസാന ബുധൻ സ്ഥിരമായും നഹ്സാകുന്നു. പ്രധാന കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതല്ല, എന്നാൽ ബാക്കി വരുന്ന ബുധനാഴ്ചകൾ നല്ല കാര്യങ്ങൾക്ക് പറ്റിയതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലത് ബുധനാഴ്ചയാണ്. ബുർഹാനുൽ ഇസ്ലാം പറയുന്നു, ബുധനാഴ്ച തുടങ്ങുന്നതെന്തും പൂർത്തിയാക്കാതെ പോവില്ല. കാരണം അല്ലാഹു തആല പ്രകാശത്തെ പടച്ചത് ബുധനാഴ്ചയാണ്. അതിനാലാണ് പൂർവിക ഗുരുക്കന്മാർ ദർസ് തുടങ്ങാൻ ബുധനാഴ്ച തിരഞ്ഞെടുത്തിരുന്നത്. അതിനാൽ കിതാബ് തുടങ്ങാൻ ദർസ് ആരംഭം, കുട്ടികളുടെ പഠനാരംഭം ബുധനിൽ തുടങ്ങുക. മരം കുഴിച്ചിടാൻ നല്ലത് ബുധനാണ്. ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ബുധനാഴ്ച ഒരാൾ ഫലവൃക്ഷം നടുകയും സുബ്ഹാനൽ ബാഇസുൽ വാരിസ്, സുബ്ഹാനൽ ബാഇസുൽ വാരിസ് എന്നുരുവിടുകയും ചെയ്താൽ ഭാവിയിൽ ആ മരം കായ്ക്കുകയും പഴം തരികയും ചെയ്യും. അതിനാൽ മരം, ഫലവൃക്ഷങ്ങൾ, ചെടികൾ കുഴിച്ചിടുന്നത് ബുധനിൽ തുടങ്ങാൻ ശ്രദ്ധിക്കുക. ബുധനും യാത്രയും. ആയിഷ ബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, എന്റെ സമുദായത്തിന് വിഷമമായി തരില്ലായിരുന്നുവെങ്കിൽ ബുധൻ യാത്ര പോകരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചേനെ. യാത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ദിവസം വ്യാഴം ആകുന്നു. അതിനാൽ ബുധനിൽ യാത്ര അത്ര നന്നല്ലാത്ത കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ബുധനും വീട് നിർമ്മാണവും. മഹത്തുക്കൾ പറയുന്നു, വീട് നിർമ്മാണം തുടങ്ങുന്നത് ബുധനാഴ്ചയാണെങ്കിൽ ഖൈർ, ഐശ്വര്യം അവരിൽ ഉണ്ടാകും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും അറിവുകൾ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.